ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി 119 സങ്കീർത്തനം 107 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119-107. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഈ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. എന്നാൽ ഈ മഹാകഷ്ടത്തിലായിരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച വ്യക്തിയാണ്. മാത്രമല്ല, ആ വാഗ്ദത്തങ്ങളിൽ താൻ വിശ്വാസത്തോടുകൂടി മുന്നേറുന്ന വ്യക്തിയാണ്. അതാണ് അവിടെ പറയുന്നത്, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണം. പ്രിയരെ, സുഖ ദുഃഖ സമ്മിശ്രമാണ് മനുഷ്യ ജീവിതം. എന്നാൽ നാം പൊതുവെ നോക്കുമ്പോൾ ചില വ്യക്തികൾ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവർ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആത്മഹത്യയിലേക്കൊക്കെ വഴുതി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവിക വാഗ്ദത്തം പ്രാപിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവാശ്രയത്താൽ ആ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് മുന്നേറുവാൻ അവർ ശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിരുവചനം പഠിക്കുമ്പോൾ മഹാകഷ്ടത്തിലായിരുന്ന അനേക ഭക്തന്മാരെ നമുക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയും. എന്നാൽ അപ്പോഴെല്ലാം അവർ ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടുകൂടി ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ആ പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ അതിജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആർക്കാണ് ഈ പ്രതികൂലങ്ങളിൽ മുന്നേറുവാൻ, അതായത് പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിൽ നിന്ന് ജയജീവിതം നയിപ്പാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-15 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോമിരയുമുള്ളവരോട് കൂടെയും ഈ ദൈവം വസിക്കുന്നു എന്ന്. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് താഴ്മയോടെ ഇരുന്ന് തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ വീണ്ടും പ്രശ്നങ്ങളെ അതിജീവിച്ച് ചൈതന്യം പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി എപ്രകാരം താൻ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്രമാത്രം ആ വ്യക്തിക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് കഴിയും. ഈ 119 സങ്കീർത്തനം 107 വാക്യത്തിൽ അവിടെ ആ ഭക്തൻ പറയുകയാണ്, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, എങ്കിലും യഹോവയിലുള്ള തൻ്റെ ആശ്രയം താൻ ഉപേക്ഷിക്കുന്നില്ല. ആ വാഗ്ദത്തങ്ങളിൽ താൻ മുറുകെ പിടിച്ച് അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ശക്തിയുള്ള കരങ്ങളിൽ താൻ സുരക്ഷിതനായിരിക്കുന്നു എന്ന് താൻ തന്നെ തൻ്റെ അനുഭവത്തിലൂടെ താൻ പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് താൻ മുന്നേറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറിച്ച് ദൈവിക വാഗ്ദത്തങ്ങളെ മറികടന്ന് മുന്നേറുവാൻ കഴിയാതെ അതിൽ അകപ്പെട്ടു പോകുന്നവർ ആരെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ പ്രത്യാശയില്ലാത്തവർ. ദൈവവചനം നാം വായിക്കുന്നുവെങ്കിലും നാം കേൾക്കുന്നുവെങ്കിലും വചനത്തിൽ നാം ഉറപ്പില്ലാതെ അതിനെ നാം വിശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കാത്തത് കൊണ്ട് നാം പലപ്പോഴും ഭാരങ്ങൾ കടന്നു വരുമ്പോൾ അതിലകപ്പെട്ട് നിരാശയിൽ മുങ്ങിപ്പോകുന്ന അനുഭവങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയരെ, നാം പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ തരണം ചെയ്യുന്നവരാണെങ്കിൽ, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ധൈര്യത്തോടു കൂടി നാം ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ദൈവിക കൽപ്പനകളെ അനുസരിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കപ്പെട്ടാൽ നിശ്ചയമായിട്ട് ദൈവം ആ പ്രശ്നങ്ങളിൽ തരണം ചെയ്ത് നമ്മെ മുന്നേറി കൊണ്ടുപോകുവാൻ ദൈവം ശക്തനായി നമ്മോട് കൂടെയുണ്ട്. ദൈവവചനത്തിൽ അനേക വാഗ്ദത്തങ്ങളുണ്ട്. ആർക്കാണ് ഈ വാഗ്ദത്തങ്ങൾ അത് ജീവൻ പ്രാപിച്ച് അവൻ അതിൽ നിന്ന് മുന്നേറുന്നെന്ന് ചോദിച്ചാൽ ദൈവിക കൽപ്പനകളെ പാലിക്കുവാൻ തീരുമാനമെടുത്ത് വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണ്. ലേവ്യ പുസ്തകം 18-5 നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു. പ്രിയരെ, അവിടെ പറയുന്നത് എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ അനേക കൽപ്പനകൾ, ചട്ടങ്ങൾ, അതായത് നിയമങ്ങളുണ്ട്, അതുപോലെ ദൈവിക ന്യായങ്ങളുണ്ട്. അപ്പൊ അത് നാം മനസ്സിലാക്കുമ്പോൾ അത് ദൈവത്തിന് എന്നോട് പറയുവാനുള്ള
ഒരു ദൈവത്തിന്റെ ആലോചനയാണെന്ന് നാം തന്നെ അതിനെ ഏറ്റെടുക്കുകയും അതിൽ നമ്മൾ ഉറച്ചിരുന്നു കൊണ്ട് അതിനെ നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷയങ്ങളിൽ നിന്ന് മുന്നേറി പുറത്തു വരുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നു, അവയെ ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ ആരാണോ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത് അവർക്ക് വീണ്ടും ജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നു, ഞാൻ യഹോവയാകുന്നു. അതായത് ഈ പറഞ്ഞത് ഒരു മനുഷ്യനല്ല, ഈ ലോകത്തിലെ ഒരു പ്രഭുവല്ല, പറഞ്ഞവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായ സൈന്യങ്ങളുടെ യഹോവയാകുന്നു. അതായത് ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച ദൈവം, ശൂന്യതയിൽ സകലം ഉളവാക്കിയ ദൈവം, വെറും വാക്കുകൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ ഈ സർവശക്തിയുള്ള ആമേൻ ഹല്ലേലൂയ ആ ദൈവം നമ്മോട് പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ പ്രമാണിച്ചാൽ നിന്നെ ഞാൻ ജീവിപ്പിക്കാമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഏത് പ്രതികൂലത്തിൽ നമ്മളായിരിക്കുന്നു, ഏത് പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുന്നു, പ്രശ്നങ്ങൾ എന്തോ ആകട്ടെ, ദൈവവചനം പറയുന്നു, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന്. പ്രിയരെ, പ്രയാസമാണ്, എനിക്ക് മുന്നേറുവാൻ കഴിയത്തില്ല, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നു, എൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ നിരാശയിലായിരിക്കുന്നു, ഞാൻ തകർന്നു പോയിരിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ദൈവവാഗ്ദത്തം പ്രാപിച്ച വ്യക്തിയാണോ, ദൈവം കരം പിടിച്ച് നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവം നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് എൻ്റെ ദൈവം വിളിച്ചവൻ വിശ്വസ്തനായി എന്നോട് കൂടെയുണ്ടെന്ന് ധൈര്യത്തോടെ ആമേൻ ദൈവിക കൽപ്പനകളിൽ കീഴ്പ്പെട്ട് ആ വിശ്വാസം ഏറ്റുപറയുമെങ്കിൽ നിശ്ചയമായിട്ട് വിഷയങ്ങളുടെ മേൽ ജയം പ്രാപിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വിഷയങ്ങൾ ഏതുമാകട്ടെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത് ആമേൻ സമർപ്പണത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചിന്തയിൽ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിനും മതിയായ അവിടുത്തെ ശക്തി പകർന്നു. ഏത് വിഷയത്തിന്മേൽ തകർന്നിരിക്കുന്നു, രോഗങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ആമേൻ നിരാശയുടെ വക്കിലായിരിക്കുന്നു എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ ദൈവശക്തി അയച്ച് ഇന്ന് പകൽക്കാലം വിടുവിക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. തകർന്നു നുറുങ്ങിമരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം ഇന്ന് പകൽക്കാലം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. വാസ്തവമായ ഒരു ദൈവിക സ്പർശനമേറ്റ് ഇന്ന് ഓരോരുത്തരെയും ദൈവം പുറത്തു കൊണ്ടുവരുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ.